മക്കളെ, വെൽക്കം ബാക്ക് ടു ഈഗൾ ലേണിംഗ്. അപ്പൊ നമ്മുടെ യുഎസ്എസിന്റെ ലൈവുകളൊക്കെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ്സിന്റെ ലൈവ് ഉണ്ട്, ബേസിക് സയൻസ് ആയിട്ടാണ് മിസ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പാത്ത് ഓഫ് ഹീറ്റ് ഫ്ലോ, താപം ഒഴുകുന്ന വഴികൾ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് മിസ് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ഈ കോണ്ടന്റ് വീഡിയോ കണ്ട് ഇത് പഠിച്ചിട്ട് വേണം നമ്മുടെ ലൈവിലേക്ക് വരാൻ വേണ്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ താപം ഒഴുകുന്ന വഴികൾ എന്തൊക്കെയാണ്? നമ്മുടെ ഹീറ്റ് ഫ്ലോയുടെ പാത്ത്. മക്കളെ, താപം അല്ലെങ്കിൽ ഹീറ്റ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപപ്രേഷണം. എന്താ പറയുന്നത്? ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതിനെ, ഹീറ്റ് പ്രവഹിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹീറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ താപപ്രേഷണം എന്ന് പറയുന്നത്. ഇനി ഈ താപപ്രേഷണം എങ്ങനെയൊക്കെ നടക്കാം, ഇതാണ് മിസ് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേതാണ് താപപ്രേഷണം നടക്കുന്നത് മിസ് ഒരു എക്സ്പെരിമെന്റ് വഴി പറഞ്ഞു തരാം. അതായത് ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഹാക്സോ ബ്ലേഡില് 3 ഇരുമ്പാണികൾ മെഴുകുതിരി വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി ഈ ഹാക്സോ ബ്ലേഡ് ഇവിടെയാണ് ഹാക്സോ ബ്ലേഡ് നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ഹാക്സോ ബ്ലേഡിൽ കുറച്ച് കഴിഞ്ഞാൽ നോക്കാം, ഈ ആണികൾ എന്ത് ചെയ്യും? ഓരോ ആണികൾ വീതം ആ ഒരു ഹാക്സോ ബ്ലേഡിൽ നിന്നും അടർന്ന് വീഴും. നിങ്ങൾക്ക് അറിയുന്ന ഒരു പരീക്ഷണമായിരിക്കും ഇത്. അപ്പോൾ ഓരോ ആണികളും ഈ ഒരു ഹാക്സോ ബ്ലേഡിൽ നിന്നും അടർന്ന് വീഴുന്നു. അതെന്തുകൊണ്ടായിരിക്കും മക്കളെ? നമ്മൾ ഹാക്സോ ബ്ലേഡിന്റെ ഈ ഭാഗത്തല്ലേ ചൂട് കൊടുക്കുന്നത്, ഈ ഭാഗത്തല്ലേ ആ താപം കൊടുക്കുന്നത്, ഹീറ്റ് കൊടുക്കുന്നത്. എന്നിട്ടും ആ മെഴുകുതിരി എവിടെയാണ്? ആ മെഴുകുതിരിയല്ല, ഹാക്സോ ബ്ലേഡ്. ആ ഹാക്സോ ബ്ലേഡിന്റെ എവിടെ നിന്നാണ് ആണികൾ അടർന്നു വീഴുന്നത്? ഈ ഭാഗത്ത് നിന്നാ അല്ലേ? അതായത് ഹീറ്റ് ഈ ഒരു ഹാക്സോ ബ്ലേഡിലൂടെ മൂവ് ചെയ്തു എന്നല്ലേ, പ്രവഹിച്ചു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക അല്ലേ? ഇങ്ങനെ ഹീറ്റ് പ്രവഹിക്കുന്നതിന് നമ്മൾ വിളിക്കും ചാലനം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കണ്ടക്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും മക്കളെ? കണ്ടക്ഷൻ. യെസ്, ഇതാ നോക്കുക, കണ്ടക്ഷൻ. ക്ലിയർ ആണോ? എന്താ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം ഉണ്ടാകാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഈ ഹാക്സോ ബ്ലേഡാണ് നമ്മൾ ചൂടാക്കുന്നത്. ഹാക്സോ ബ്ലേഡിന്റെ ഏതെങ്കിലും ഒരു തന്മാത്ര, ഏതെങ്കിലും ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. there is no actual change in the പൊസിഷൻ ഓഫ് ദി മോളിക്യൂൾസ്. മനസ്സിലായോ? അതിന്റെ മോളിക്യൂൾസിന്റെ പൊസിഷനിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. എന്നിട്ട് അവിടെ എന്ത് നടക്കുന്നു? ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നു. എന്ത് നടക്കുന്നു? ഹീറ്റ് എന്ത് ചെയ്യുന്നു? പ്രേഷണം ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയും. മറന്നു പോകരുത്, വേർഡ് മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാത്ത് പഠിച്ചു. ഒന്നാമത്തെ താപം പ്രവഹിക്കുന്ന വഴി പഠിച്ചു. മനസ്സിലായോ? എന്താണ് വഴി? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി നമ്മളിത് രണ്ടാമത്തെ പഠിക്കാണ്. രണ്ടാമത്തെ ആ ഒരു രീതി പഠിക്കാണ്. എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അടുക്കളയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്യാസ് ഒക്കെ ഓൺ ചെയ്തു. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്താകും? ഹീറ്റാകും അല്ലെ മക്കളെ? വെള്ളം വെച്ചു. ആദ്യം ഈ ഒരു പാത്രത്തിന്റെ അടിഭാഗമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ചൂടാകുന്നത്. ഓക്കെ, അടിഭാഗമാണ് ആദ്യം ചൂടാകുക. അടിഭാഗം ആദ്യം ചൂടായതിന് ശേഷം ഈ ചൂടായ തന്മാത്രകൾ ഉണ്ടല്ലോ, ഈ പാത്രത്തിന്റെ അടിവശത്ത് ഈ ചൂടായ തന്മാത്രകളില്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ട്, നല്ല ഹീറ്റ് ആയിട്ടുള്ള തന്മാത്രകളുണ്ട്, മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ? മോളിക്യൂൾസ് മുകളിലേക്ക് പോകും. ഈ ചൂടായ തന്മാത്രകൾ മുകളിലേക്ക് പോകും. ഇനി മുകളിൽ ആരുണ്ട്? തണുത്ത തന്മാത്രകളുണ്ട് അല്ലേ? തണുത്ത തന്മാത്രകളുണ്ട്. അത് ഇങ്ങോട്ടേക്ക് വരും, താഴോട്ടേക്ക് വരും. അപ്പൊ മക്കളെ ശ്രദ്ധിച്ച്, ഇവിടെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം നടക്കുന്നുണ്ട്. എങ്ങനെ സ്ഥാനമാറ്റം നടക്കുന്നു? പാത്രത്തിന്റെ അടിവശത്തുള്ള തന്മാത്രകൾ മുകളിലേക്ക് പോകുന്നു, ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുന്നു. ഇനിയോ തണുത്ത തന്മാത്രകൾ ഇങ്ങോട്ട് വരും, പാത്രത്തിന്റെ അടിവശത്തേക്ക് വരും. അതായത് ഇവിടെ ഒരു സ്ഥാനമാറ്റം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം നടക്കുന്നു. എപ്പോൾ നടക്കുന്നു? അതിന് താപം ലഭിക്കുമ്പോൾ അല്ലേ?
താപം ലഭിക്കുമ്പോൾ അതിൻ്റെ തന്മാത്രകളുടെ സ്ഥാനം മാറ്റം നടക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഓക്കെ ആണോ? പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബൈ ദി ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. ഓക്കെ, ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് വഴി അവിടെ എന്ത് നടക്കാണ്? താപ സംപ്രേക്ഷണം നടക്കാണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കാണ്. അപ്പോൾ ഈ പേര് ഓർത്ത് വെക്കണം. എന്താണ് പേര്? കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പം നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഹീറ്റ് ഫ്ലോയുടെ പാത്തും പഠിച്ചു കഴിഞ്ഞു. ഇപ്പം പഠിച്ച രണ്ട് കാര്യത്തിനും, കൺവെക്ഷൻ അതേപോലെ കണ്ടക്ഷനും എന്താവശ്യമാണ്? മാധ്യമം അല്ലെങ്കിൽ മീഡിയം ആവശ്യമാണ്. എന്നാൽ ഇനി ഇതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശൂന്യാകാശത്തിൽ എന്തില്ല? മാധ്യമമില്ല. എന്നാൽ സൂര്യനിൽ നിന്നുള്ള താപം എവിടെ എത്തുന്നുണ്ട്? നമ്മുടെ ഭൂമിയിൽ എത്തുന്നുണ്ട് അല്ലേ? ഇതെന്തുകൊണ്ടാ? അതായത് മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. മനസ്സിലായോ? ഇങ്ങനെ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറയും. ക്ലിയർ ആണോ? എന്താണ്? റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മീഡിയം. ഓക്കെ, ഒരു മാധ്യമത്തിന് ആവശ്യമൊന്നുമില്ല. നേരത്തെ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾക്കും മാധ്യമത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണത്തിന് അതില്ല. മീഡിയം വേണ്ട, മീഡിയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ ആണോ? എന്നിട്ട് പ്രേഷണം ചെയ്യും, താപം ട്രാൻസ്മിഷൻ ചെയ്യും, പ്രേഷണം ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മൾ ഈ വികിരണത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് നമ്മൾ അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി നിന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ? ഇതൊരു റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണത്തിന് ഒരു എക്സാമ്പിളാണ്. ഇനി നമ്മൾ ഇത്ര നേരം പഠിച്ച 3 കാര്യത്തിനെയും മിസ് ഇതാ ഒരൊറ്റ ഫിഗറിൽ കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഇതാ നോക്കിക്കേ, ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡിലും എന്താണ്? ഒരു സ്റ്റീലാണെന്ന് വിചാരിക്കാം. ഇനി നോക്കിക്കേ, താഴെ നിന്ന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് വെള്ളം ചൂടാകുന്നുണ്ട്, പാത്രം ചൂടാകുന്നുണ്ട്, വെള്ളം ചൂടാകുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഹാൻഡിലും ചൂടാകും. എന്ത് വഴി? കണ്ടക്ഷൻ വഴി. അപ്പോൾ അവിടെ പറയണം കണ്ടക്ഷൻ ആണ്. ഇനി ഇതിൽ വെള്ളം ചൂടാകുന്നു. എങ്ങനെ ചൂടാകുന്നു? വെള്ളത്തിലെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം വെള്ളം ചൂടാകുന്നു. വെള്ളത്തിലെ എല്ലാ തന്മാത്രകളും ചൂടാകുന്നു. എന്ത് വഴി? കൺവെക്ഷൻ വഴി. മനസ്സിലായോ? കൺവെക്ഷൻ വഴി. ഇനി ഇതാ താഴെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഹീറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? സ്റ്റൗ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? റേഡിയേഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? റേഡിയേഷൻ എന്ന് പറയും. സെറ്റാണോ മക്കൾക്ക്? ഇത്രയുള്ളടാ. ഇത്രയും ഈ ചെറിയ സിമ്പിൾ ടോപ്പിക്സ് ആണ് ഈ 3 എണ്ണം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചിട്ട് വേണം നമ്മുടെ ലൈവിൽ കയറാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും USSന് ഈ ഒരു പാർട്ടിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മിസ് ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ വേറെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് കൂടി ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കരുത്, ലൈവിൽ കൃത്യം 8 മണിക്ക് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ബൈ.